classes, we have discussed various drawing instruments in detail. Today, we are going to discuss mini drafter in detail and how we can use mini drafter. ഒരു മിനി ഡ്രാഫ്റ്റർ. ഓക്കെ, ഈ ഒരു മിനി ഡ്രാഫ്റ്റിന്റെ പാർട്സിനെ കുറിച്ചാണ് ആദ്യമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ നമുക്ക് മിനി ഡ്രാഫ്റ്ററിന് ഒരു ഫിക്സിംഗ് ക്ലാമ്പ് ഉണ്ട്. ഇവിടെ ഒരു സ്ക്രൂവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫിക്സിംഗ് ക്ലാമ്പ് ഉപയോഗിച്ചാണ് മിനി ഡ്രാഫ്റ്ററിനെ നമ്മൾ ഒരു ഡ്രോയിങ് ബോർഡിൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് രണ്ട് പാരലലോഗ്രാം ബാർസ് ഉണ്ട്. ഈ രണ്ട് പാരലലോഗ്രാം ബാർസ് ചെന്നവസാനിക്കുന്നത് ഒരു പിവറ്റ് പ്ലേറ്റിലാണ്. ഓക്കെ, ദിസ് ഈസ് ദി പിവറ്റ് പ്ലേറ്റ്. From this pivot plate, we are also having two parallelogram bars, and these two parallelogram bars are ending at an index plate. Okay, this is the index plate. So, ഇവിടെ നമുക്ക് ഒരു ഫിക്സിംഗ് ക്ലാമ്പ് വിത്ത് സ്ക്രൂ ഉണ്ട്. ഇവിടെ നമുക്കൊരു പിവറ്റ് പ്ലേറ്റ് ഉണ്ട്. 4 പാരലലോഗ്രാം ബാർസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഇൻഡെക്സ് പ്ലേറ്റും ഉണ്ട്. ഓക്കെ, ഈ ഒരു ഇൻഡെക്സ് പ്ലേറ്റിൽ നമുക്കിവിടെ ഒരു റഫറൻസ് മാർക്ക് ഉണ്ട്. ഓക്കെ, കൂടാതെ നമ്മുടെ മിനി ഡ്രാഫ്റ്ററിൽ രണ്ട് സ്കെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ഒരു വെർട്ടിക്കൽ സ്കെയിലും ഉണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ സ്കെയിലും ഉണ്ട്. വെർട്ടിക്കൽ സ്കെയിലിൽ 15 സെന്റിമീറ്റർ വരെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഹൊറിസോണ്ടൽ സ്കെയിലിൽ നമുക്ക് 25 സെന്റിമീറ്റർ വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനാണ് നമ്മുടെ മിനി ഡ്രാഫ്റ്ററിന്റെ പ്രൊട്രാക്ടർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രൊട്രാക്ടർ ഹെഡില് 0 ആണ് സെൻട്രൽ വരുന്നത്. 0യിൽ നിന്ന് ഈ ഒരു സൈഡിലോട്ട് 90 ഡിഗ്രി വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0യിൽ നിന്ന് ഈ ഒരു സൈഡിലോട്ട് 90 ഡിഗ്രി വരെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിവിഷനും 10 ഡിഗ്രി വീതമാണ്. 0 ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി എന്നിങ്ങനെ ഈ സൈഡിലോട്ടും, അതുപോലെ 0 ഡിഗ്രിന്ന് 10 ഡിഗ്രി, 20 ഡിഗ്രി എന്നിങ്ങനെ ഈ സൈഡിലോട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പിവറ്റ് പ്ലേറ്റില് ഞാനൊരു റെഫറൻസ് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഇതിങ്ങനെ ലൂസൻ ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മുടെ റെഫറൻസ് മാർക്ക് ഈ പ്രൊട്രാക്ടർ ഹെഡിലെ 0ക്ക് നേരെയായിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. സോ മിനി ഡ്രാഫ്റ്ററിന്റെ പാർട്സ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി എങ്ങനെ നമുക്ക് മിനി ഡ്രാഫ്റ്റർ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. സോ മിനി ഡ്രാഫ്റ്ററിനെ നമ്മൾ ആദ്യം ഈ ഒരു ഡ്രോയിങ് ബോർഡിൽ ഫിക്സ് ചെയ്യുകയാണ്. നമ്മുടെ ഡ്രോയിങ് ബോർഡിന്റെ ലെഫ്റ്റ് ടോപ്പ് സൈഡിലാണ് നമ്മൾ മിനി ഡ്രാഫ്റ്റർ ഫിക്സ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്യുന്നതിനായി നമുക്ക് ഫിക്സിംഗ് ക്ലാമ്പ് ഉണ്ട്. സോ ഫിക്സിംഗ് ക്ലാമ്പ് നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. ഇവിടെ സ്ക്രൂ ഉണ്ട്. സ്ക്രൂ ലൂസൺ ചെയ്യുക, എന്നിട്ട് മാക്സിമം ഉള്ളിലോട്ട് കയറ്റി വെക്കുക. ദെൻ ഈ സ്ക്രൂ ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഈ സ്ക്രൂ ഇവിടെ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഡ്രോയിങ് ബോർഡൊന്നും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. നമ്മൾ കോളേജിൽ പോയിട്ടാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രോയിങ് ടേബിൾ ഉണ്ടായിരിക്കും. ഡ്രോയിങ് ടേബിളിൻ്റെ മുകളിൽ ഡ്രോയിങ് ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഡ്രോയിങ് ബോർഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മിനി ഡ്രാഫ്റ്റർ ഫിക്സ് ചെയ്യേണ്ടത് വീട്ടിലുള്ള ടേബിളിൻ്റെ മുകളിലാണ്. ഇനി ടേബിൾ കറക്റ്റായി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലൈവുഡിൻ്റെ വലിയൊരു പീസുകളൊക്കെ നമുക്ക് ഈ മിനി ഡ്രാഫ്റ്റർ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ മിനി ഡ്രാഫ്റ്റർ ശരിയായ രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു A2 ഡ്രോയിങ് ഷീറ്റാണ് നമ്മൾ സ്റ്റുഡൻസ് ഡ്രോയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു A2 ഡ്രോയിങ് ഷീറ്റാണ്. അത് ഞാൻ ഡ്രോയിങ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് ഡ്രോയിങ് ബോർഡിന് പാരലൽ ആയിട്ട് വെക്കണം. സോ ഇപ്പൊ ഡ്രോയിങ് ബോർഡും ഡ്രോയിങ് ഷീറ്റും പാരലൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പ്രൊട്രാക്ടർ ഹെഡിലുള്ള 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റഫറൻസ് മാർക്ക് സെറ്റ് ചെയ്യണം. പ്രൊട്രാക്ടർ ഹെഡിലെ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റഫറൻസ് മാർക്ക് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ നോബ് ലോക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം ഇത് ടൈറ്റായി കിട്ടും. ഈ രണ്ട് സ്കെയിൽസും ഈ പ്രൊട്രാക്ടർ ഹെഡും ഒതുങ്ങുന്ന ഈ പോർഷനിങ് എങ്ങോട്ടും മൂവ് ചെയ്യില്ല. ഓക്കെ,
ഡ്രാഫ്റ്റർ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കെയില് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നില്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, പ്രധാനമായും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ലെഫ്റ്റ് ടോപ്പ് പോർഷനിൽ എത്തുന്നില്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ റൈറ്റ് ബോട്ടം പോർഷനിലും എത്തുന്നില്ലേ എന്ന് ഉറപ്പുവരുത്തണം. ഈ രണ്ട് കേസും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മിനി ഡ്രാഫ്റ്റർ എല്ലാ പോർഷനിലും എത്തുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മുടെ ഹൊറിസോണ്ടൽ സ്കെയില് നമ്മൾ ഡ്രോയിങ് ഷീറ്റിന് പാരലൽ ആയിട്ട് വെക്കുക. സോ ഞാൻ ഇത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് കുറച്ച് മുകളിലോട്ട് നീക്കിയിട്ടുണ്ട്. ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഹൊറിസോണ്ടൽ സ്കെയില് ശരിക്കും പാരലൽ ആയിട്ടല്ല ഡ്രോയിങ് ഷീറ്റിന് വരുന്നത് അല്ലെ. നമ്മളിവിടെ 0 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടാണ് റെഫറൻസ് മാർക്ക് സെറ്റ് ചെയ്തതും ലോക്ക് ചെയ്തതും. സോ ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെയല്ല, ഇവിടെയുള്ള ഫിക്സിംഗ് ക്ലാമ്പ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസൺ ചെയ്ത് പൊസിഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. സോ ഇപ്പൊ നോക്കൂ, നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന് പാരലൽ ആയിട്ട് മിനി ഡ്രാഫ്റ്ററിന്റെ ഹൊറിസോണ്ടൽ സ്കെയില് വന്നിട്ടുണ്ട്. സോ ഇപ്പൊ നമ്മുടെ ഡ്രോയിങ് ബോർഡിന് പാരലൽ ആയിട്ടാണ് ഷീറ്റ് വരുന്നത്. അതുപോലെ ഷീറ്റിന് പാരലൽ ആയിട്ടാണ് നമ്മുടെ മിനി ഡ്രാഫ്റ്ററിന്റെ ഹൊറിസോണ്ടൽ സ്കെയിൽ വരുന്നത്. സോ നമ്മുടെ അറേഞ്ച്മെന്റ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഒരു സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രോയിങ് ഷീറ്റ് ബോർഡിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 4 സൈഡിലും ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് 2 സൈഡിൽ മാത്രമേ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി എന്താണ് മിനി ഡ്രാഫ്റ്റർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ? എങ്ങനെയാണ് നമുക്ക് മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് കാര്യങ്ങൾ കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാവുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. സോ ഇനി ഈ ഡ്രോയിങ് ഷീറ്റിൽ എവിടെ വരയ്ക്കുന്ന ലൈനും ഈ ഒരു ലൈനിന് പാരലൽ ആയിരിക്കും. ഡ്രോയിങ് ഷീറ്റിന്റെ ഏത് സൈഡിൽ കൊണ്ടുപോയി ഒരു ലൈൻ വരച്ചാലും ഈ ലൈനിന് പാരലൽ ആയിട്ടായിരിക്കും ഈ എല്ലാ ലൈനും വരുന്നത്. അതുപോലെ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇനി ഇവിടെ ഈ വരയ്ക്കുന്ന ലൈന് ഈ ലൈനിന് പാരലൽ ആയിരിക്കും. അതുപോലെ ഇവിടെ കൊണ്ടുപോയി വരയ്ക്കുന്ന ലൈനോ ഈ ലൈനിന് പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ലൈൻസ് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. സോ നമുക്ക് ഈസി ആയിട്ട് പാരലൽ ലൈൻസ് മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് വരയ്ക്കാൻ കഴിയും. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് ഈ ഒരു ലൈനിൽ ഇൻക്ലൈൻഡ് ആയിട്ട് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒരു ലൈൻ വരയ്ക്കണം. സോ എങ്ങനെ അത് മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഈ നോബ് ഒന്ന് ലൂസൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ റഫറൻസ് മാർക്ക് 30 ഡിഗ്രിക്ക് നേരെ വരത്തക്ക വിധം നോബ് ക്ലോസ് ചെയ്യുക. ഓക്കെ, സോ ഞാനിപ്പോൾ വരയ്ക്കുന്ന ഈ ലൈന് 30 ഡിഗ്രി ഇൻക്ലിനേഷനിലായിരിക്കും. ഇനി വേറെ എവിടെ വേണമെങ്കിലും എനിക്ക് ഈ ഒരു ലൈനിൽ തന്നെ 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ എത്ര ലൈനും വരക്കാം. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി പണ്ട് മുൻകാലങ്ങളിൽ മിനി ഡ്രാഫ്റ്റർ ഉപയോഗിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തിരുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിവിടെ ആദ്യം ഒരു ലൈൻ വരച്ചു. എനിക്ക് ഈ ഒരു ലൈനിന് ഇനി പാരലൽ ലൈൻസ് വരക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള സെറ്റ് സ്ക്വയർ എടുത്തു. സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ചു. എന്നിട്ട് ഈ സ്കെയിലുമായിട്ട് സെറ്റ് സ്ക്വയർ ഇങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്തു. ഇവിടെയാണ് ഞാൻ അടുത്ത പാരലൽ ലൈൻ വരയ്ക്കുന്നത്. ഇവിടെയാണ് ഞാൻ അടുത്ത പാരലൽ ലൈൻ വരയ്ക്കുന്നത്. ഇനി എനിക്ക് കുറേ മുകളിൽ ഒരു പാരലൽ ലൈൻ വരയ്ക്കണമെങ്കിലോ ഇത് മുകളിലോട്ട് നീക്കി കൊണ്ടുപോകണം. അപ്പൊ എന്റെ സ്കെയിൽ അത്ര വലിപ്പമുണ്ടോ?
ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ മുകളിലോട്ട് നീക്കിക്കൊണ്ടുപോയി. എന്തായാലും ഒരു വളവൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, റിസ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ എററിനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, സോ മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ചാണെങ്കിലോ ഈ ലൈന് പാരലായിട്ട് എവിടെ കൊണ്ടുപോയി നമുക്ക് ഏത് പോർഷനിൽ കൊണ്ടുപോയി നമുക്ക് പാരലൽ എക്സ് വരക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ആംഗിൾസ് എങ്ങനെയാണ് വരച്ചിരുന്നത്? ഈ ഒരു ലൈനിൽ എനിക്ക് 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരക്കണം. ഞാനിവിടെ 30 ഡിഗ്രി മാർക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റിലും എനിക്ക് 30 ഡിഗ്രി ലൈനിൽ, അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിലും എനിക്ക് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒരു ലൈൻ വേണം. എഗെയിൻ ഞാൻ പ്രൊട്രാക്ടർ എടുക്കുന്നു, 30 ഡിഗ്രി മാർക്ക് ചെയ്തു. എന്നിട്ട് വീണ്ടും ലൈൻ വരക്കുന്നു. ഓക്കെ, എന്നാൽ നമ്മുടെ മിനി ഡ്രാഫ്റ്ററിലാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം 30 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ കൊണ്ടുപോയി നമുക്ക് 30 ഡിഗ്രി ഇൻക്ലിനേഷനിലുള്ള ലൈൻസ് വരക്കാവുന്നതാണ്. സോ എല്ലാവരും മിനി ഡ്രാഫ്റ്ററിന്റെ യൂസ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഡ്രോയിങ്സിൽ മിനി ഡ്രാഫ്റ്റർ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.